വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് അതുപോലെ തന്നെ ഡബിൾ ഡോർ ഫ്രിഡ്ജുകളെ പറ്റിയാണ്. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് പിറ്റാബിലി ഏജൻസിയുടെ ചാലക്കുടി ഷോറൂമിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ സിംഗിൾ ഡോറിന് അതുപോലെ തന്നെ ഡബിൾ ഡോറിനായിട്ട് രണ്ട് സെക്ഷൻ ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റും, അതുപോലെ തന്നെ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോ നോക്കാനായിട്ട് പോണേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമ്മൾ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് സിംഗിൾ ഡോർ ഫ്രിഡ്ജിനെ പറ്റിയാണ്. സിംഗിൾ ഡോർ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഡയറക്റ്റ് കൂളിംഗ് ആയിരിക്കും. ഡയറക്റ്റ് കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലായിരിക്കും നമുക്ക് അതിന്റെ കൂളിംഗ് കാര്യങ്ങളൊക്കെ വരാം. പിന്നെ ഫ്രീസറിന്റെ ഉള്ളിൽ നമുക്ക് ഐസ് കാര്യങ്ങളൊക്കെ കട്ട പിടിക്കും. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഡീഫ്രോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ബാക്കിലേക്ക് അതിന്റെ ട്രയലാണ് വെള്ളം കാര്യങ്ങളൊക്കെ വരാം. ഇപ്പൊ വരുന്നതെല്ലാം ഇൻവെർട്ടർ ടൈപ്പ് ഫ്രിഡ്ജുകളാണ്. ഈ ഇൻവെർട്ടർ ടൈപ്പ് ഫ്രിഡ്ജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുന്നെല്ലാം വന്നത് നോർമൽ ഫ്രിഡ്ജുകളായിരുന്നു. ഈ നോർമൽ ഫ്രിഡ്ജിന് കറണ്ട് കൺസപ്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇപ്പൊ വരുന്നതെല്ലാം നമുക്ക് ഇൻവെർട്ടർ ടൈപ്പ് ഫ്രിഡ്ജുകളാണ്. ഈ ഇൻവെർട്ടർ ടൈപ്പ് ഫ്രിഡ്ജ് എന്ന് പറയുന്നത് നമുക്കൊന്ന് ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് കറണ്ടിന്റെ കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കുറവായിരിക്കും ഇൻവെർട്ടർ കംപ്രസറുകൾക്ക്. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഫ്രിഡ്ജ് ആണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇത് കൂളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കൂളിംഗ് കാര്യങ്ങളൊക്കെ ലോസും. അപ്പൊ നമ്മൾ വീണ്ടും അത് നമ്മൾ ഡോർ അടയ്ക്കുമ്പോൾ വീണ്ടും കറണ്ട് കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് എടുക്കും. ഈ ഇൻവെർട്ടർ ഫ്രിഡ്ജുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ഡോർ തുറക്കണ അനുസരിച്ച് നമ്മൾ ഇതിൽ വെച്ചേക്കണ ഫുഡിന്റെ ആ ഇതനുസരിച്ച് നമുക്ക് അതായിരിക്കും കൂളിംഗ് ഇടുകയുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ഡോറ് തുറന്നു, അതിന്റെ കൂളിംഗ് പോയി, വീണ്ടും നമ്മൾ ഡോർ അടയ്ക്കുന്ന സമയത്ത് അതിൽ ആ വെക്കണ ഫുഡിന്റെ അനുസരിച്ചുള്ള കൂളിംഗ് മാത്രമേ എടുക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ കറണ്ടിന്റെ കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ വളരെ കുറച്ചെടുക്കുള്ളൂ. ഇന്ന് നമുക്ക് സിംഗിൾ ഡോർ കാറ്റഗറി 2 സ്റ്റാർ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത്. 2 സ്റ്റാർ, 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ. ഈ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ കാരണം എന്ന് പറയുന്നത് ഇതിന്റെ ഇലക്ട്രിസിറ്റി കൺസപ്ഷനെ ബേസ് ആയിട്ടാണ് ഇതിന് സ്റ്റാർ റേറ്റിംഗ് വരുന്നത്. നമുക്കൊരു 5 സ്റ്റാർ ടൈപ്പ് ഫ്രിഡ്ജൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2023 മോഡല് ഏകദേശം ഒരു വർഷത്തിലേക്ക് 131 യൂണിറ്റ് ആണ് വരാം. അപ്പൊ നമ്മളൊരു വർഷത്തിൽ 365 ദിവസം എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഏകദേശം 131. അപ്പൊ കൂടി പോയി കഴിഞ്ഞാൽ ഒരു 150, 160 വരെയൊക്കെ ആയിരിക്കും മാക്സിമം ഇതിന്റെ കറണ്ട് കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഈ 131 എന്നൊക്കെ പറയുന്നത് നമ്മൾ വണ്ടികളൊക്കെ മൈലേജ് പറയുന്നുണ്ട്, ഇത്രയും 30 അല്ലെങ്കിൽ 50. അതേപോലെ തന്നെയാണ് ഫ്രിഡ്ജുകളും ഈ കറണ്ടിന്റെ കൺസപ്ഷൻ പറയുന്നത്. അപ്പോൾ ആ രീതിയിലായിരിക്കും ഇതിന്റെ കൺസപ്ഷൻ റേറ്റ് കാര്യങ്ങളൊക്കെ വരാം. പിന്നെ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക നമുക്ക് എത്ര ലിറ്ററിന്റെ ഫ്രിഡ്ജാണ് എടുക്കേണ്ടത്. ഒരു സ്റ്റാർട്ടിങ് ഒരു 170 ലിറ്റർ ഒക്കെ തൊട്ടുള്ള സിംഗിൾ ഡോർ ഫ്രിഡ്ജ് നമുക്ക് മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇനി പ്രൈസിങ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 9,990 തൊട്ടാണ് പിറ്റാബിലി ഏജൻസിയിൽ നമുക്ക് ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യണേ. ഒരു നല്ല ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ ഒരു 5 സ്റ്റാർ ടൈപ്പ് ഫ്രിഡ്ജൊക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 18,500 പ്രൈസ് നമുക്ക് വരുന്നുണ്ട്, നല്ല ബ്രാൻഡുകളുടെ ഫ്രിഡ്ജ്. അതുപോലെ തന്നെ നമുക്ക് സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളിൽ ബാക്കിൽ ഗ്രില്ലുള്ള മോഡൽസ് ഉണ്ട്, ഗ്രില്ലില്ലാത്ത മോഡൽസ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഡീഫ്രോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഐസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ബാക്കിലായിരിക്കും വരാം. ഈ ബാക്കിൽ വരുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ട്രൈ കാര്യങ്ങളൊക്കെ ഒരിടത്ത് ക്ലീൻ ചെയ്യണം. ഇനിയിപ്പോ നമുക്ക് ചില ഹൈ എൻഡ് സീരീസ് സിംഗിൾ ഡോറിലൊക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡബിൾ ഡോറിന്റെ പോലെ തന്നെ ഹീറ്റ് ചെയ്ത് പോണ മോഡൽസും നമുക്കിത് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് ആദ്യം അതിന്റെ ലിറ്റർ കപ്പാസിറ്റി അറിഞ്ഞിരിക്കുക, അതുപോലെ തന്നെ സ്റ്റാർ റേറ്റിംഗ് അറിഞ്ഞിരിക്കുക. ഈ ഒരു ഫ്രിഡ്ജ് മാനുഫാക്ചറിന്റെ ഇയർ ഇതിന്റെ സ്റ്റാർ റേറ്റിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു ഇൻവെർട്ടർ ഫ്രിഡ്ജ് ആണോ നോക്കാം. ഇൻവെർട്ടർ ഫ്രിഡ്ജുകളിലാണ് കറണ്ട് കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കുള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് സാംസങ്ങിന്റെ 2 സ്റ്റാർ ഫ്രിഡ്ജ് ആണ്. ഏകദേശം 183 ലിറ്റർ ആണ് ഈ ഒരു ഫ്രിഡ്ജിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ 2 സ്റ്റാർ ഫ്രിഡ്ജ് ആകുമ്പോൾ ഏകദേശം ഇതിന്റെ ആനുവൽ കൺസപ്ഷൻ വരുന്നത് ഏകദേശം 188 യൂണിറ്റ് ആണ്. ഇതിന്റെ തന്നെ കുറച്ചും കൂടി കപ്പാസിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 203 യൂണിറ്റ് 2 സ്റ്റാർ വരുന്നുണ്ട്. ഇതിന്റെ സ്റ്റോറേജ് കൂടുന്നതനുസരിച്ച് ഇതിന്റെ ഈ പറഞ്ഞ കൺസപ്ഷനിൽ നമുക്ക് മാറ്റം വരും. ഇനി വരുന്നതാണ് ഇതിന്റെ ലാബൽ പീരീഡ്. ഈ ഒരു മോഡൽ സ്റ്റാർട്ട് ചെയ്ത ഇയർ തൊട്ട് അതുപോലെ തന്നെ എന്റെ ഇയർ വരെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതിന്റെ ഈ ഒരു ലാബൽ പീരീഡ് ആണ്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ ബ്രാൻഡ് നെയിം ഉണ്ടാവും, ഇതിന്റെ മോഡൽ നെയിം ഉണ്ടാവും. മോഡൽ നെയിമിൽ തന്നെ മാനുഫാക്ചറിന്റെ ഇയർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡയറക്ട് കൂളിംഗ് നമ്മൾ പറഞ്ഞു, സിംഗിൾ ഡോർ ഫ്രിഡ്ജുകളെ പറയുന്ന ഒരു പേരാണ് ഡയറക്ട് കൂളിംഗ്. അതുപോലെ തന്നെ നമുക്ക് ഇതിന് എത്ര ലിറ്റർ ആണ് ഇതിന്റെ ഉള്ളിലത്തെ വോളിയം നമുക്ക് ഇപ്പൊ പറഞ്ഞ 2023 എല്ലാ ഫ്രിഡ്ജുകളും കൊടുത്തിട്ടുണ്ടാവും. ഇനി അതുപോലെ തന്നെ സാംസങ് സിംഗിൾ ഡോർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 20 വർഷത്തെ കംപ്രസർ വാറന്റി ഉണ്ട്. പൊതുവെ അതൊരു കമ്പനിയൊക്കെ നോക്കുന്ന സമയത്ത് 10 വർഷമാണ് കംപ്രസറിന് വാറന്റി വരുന്നത്. പിന്നെ ഇതിന് മൊത്തത്തിൽ 1 ഇയർ വാറന്റി മാത്രമേ ഈ ഫ്രിഡ്ജിന് കമ്പനി കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്കിത് ഇൻവെർട്ടറിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഹോം തിയേറ്ററിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഏകദേശം 75 വാട്ട്സ് ഒക്കെ ആയിരിക്കും ഈ ഒരു ഫ്രിഡ്ജിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റെബിലൈസർ ഫ്രീ ഓപ്പറേഷൻ, നമുക്ക് ഇതിൽ ഫ്ലക്ച്വേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ഇനി നമ്മൾ സ്റ്റെബിലൈസർ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി അഡീഷണൽ സേഫ്റ്റി ആയിരിക്കും നമുക്ക് ഫ്രിഡ്ജുകൾക്കൊക്കെ. നമ്മൾ 3 സ്റ്റാറിലേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇലക്ട്രിസിറ്റി കൺസപ്ഷനിലാണ് നമുക്ക് മാറ്റം വരുന്നത്. 2 സ്റ്റാറിൽ ഏകദേശം 192 ലിറ്ററിന്റെ ഫ്രിഡ്ജിൽ 202 യൂണിറ്റ് വരുമ്പോൾ ഇതിന്റെ തന്നെ 3 സ്റ്റാറിൽ ഏകദേശം 162 യൂണിറ്റ് ആണ് വരുന്നത്. അപ്പൊ അത്രയും കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് 3 സ്റ്റാറിലേക്ക് വരുമ്പോൾ മാറ്റം വരും. ഇതുപോലെ തന്നെ 4 സ്റ്റാറിൽ വരുമ്പോൾ ഒന്നും കൂടി നമുക്ക് ഇലക്ട്രിസിറ്റി കൺസ്ട്രക്ഷൻ നമുക്ക് കാര്യങ്ങൾ കുറയാണ് ചെയ്യുക. ഇതിന് തന്നെ
5 സ്റ്റാറിലേക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം 131 യൂണിറ്റ് ആണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അത്രയും കറണ്ട് കാര്യങ്ങളൊക്കെ കുറച്ച് മാത്രമാണ് ഈ 5 സ്റ്റാർ ഫ്രിഡ്ജുകൾ എടുക്കുള്ളൂ. അപ്പൊ നിങ്ങളൊരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗം കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമുക്ക് വല്ലപ്പോഴൊക്കെയാണ് ഫ്രിഡ്ജ് നമുക്ക് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുള്ളൂന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സിംഗിൾ ഡോർ ഫ്രിഡ്ജുകൾ. അപ്പൊ നമുക്ക് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് എടുക്കുന്ന സമയത്താണെങ്കിലും ഏകദേശം 5 സ്റ്റാറുള്ള ഫ്രിഡ്ജുകളൊക്കെ എടുക്കാൻ നോക്കാം. അപ്പോഴാണ് നമുക്ക് ഇലക്ട്രിസിറ്റി കൺസംഷൻ കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് ഉപയോഗിക്കേണ്ടി പറ്റുള്ളൂ. സിംഗിൾ ഡോർ ഫ്രിഡ്ജ് നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സിംഗിൾ ഡോർ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഫ്രീസറിന്റെ ഉള്ളിൽ ഐസ് കാര്യങ്ങളൊക്കെ കട്ടുപിടിക്കും. ഈ ഐസ് കട്ടുപിടിക്കുന്ന സമയത്ത് ഇതിന്റെ ഡീഫ്രോസ്റ്റ് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഈ ഡീഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക് ട്രേയിലേക്കായിരിക്കും അതിന്റെ വെള്ളം കാര്യങ്ങളൊക്കെ വരാം. ഇനി നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിന്റെ ഫ്രീസറിന്റെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് ഒരു റെഡ് ഡോട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ റെഡ് ഡോട്ട് ആ രീതിയിൽ വരെ ഐസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഈ ഒരു ട്രേയുടെ ഉള്ളിൽ കൂടിയാണ് നമുക്ക് ഇതിന്റെ വെള്ളം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരാം, ബാക്ക് ട്രേയിലേക്ക് വരാം. അപ്പൊ നമ്മൾ ഇപ്പോ വേസ്റ്റ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആ ട്രേയിൽ വന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കൂടെ ഈ വെള്ളം കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും. അപ്പൊ അങ്ങനെ നമുക്ക് വാട്ടർ ലീക്കേജ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ ഈ ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡോറൊക്കെ അടയ്ക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് അടച്ചു കൊടുക്കുക. ഇത് മടങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉള്ളിൽ കോട്ടെ ഇതിന്റെ കൂളിംഗ് കാര്യങ്ങളൊക്കെ ലോസ് കാര്യങ്ങളൊക്കെ വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ കറന്റിന്റെ കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ കൂടും. ഇനി നമ്മൾ ഇതിന്റെ ഉള്ളിൽ സിംഗിൾ ഡോറിനുള്ളിൽ ഐസ് കാര്യങ്ങളൊക്കെ കട്ട പിടിക്കുമ്പോൾ ചിലപ്പോൾ പുറത്തേക്കൊക്കെ നല്ല രീതിയിൽ ഐസ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതകൾ വരാറുണ്ട് പൊതുവെ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഡോർ അമർത്തി അടയ്ക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ഡോർ അടയ്ക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഐസ് കാര്യങ്ങളൊക്കെ കട്ട പിടിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഡോർ അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം പ്രോപ്പർ ആയിട്ട് നമുക്ക് ഡോർ അടയ്ക്കാം. അപ്പോൾ തന്നെ നമ്മൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജിന്റെ ഈ ഫ്രീസറിന്റെ ഡോർ കാര്യങ്ങളൊക്കെ പൊട്ടി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഏത് കമ്പനിയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് അത് കമ്പനിയായിട്ട് നമുക്ക് സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് ഒരു ഡോർ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ കൂളിംഗ് കാര്യങ്ങളൊക്കെ ഒരുപാട് നല്ല രീതിയിൽ ലോസ് വരാൻ സാധ്യതകൾ നമുക്ക് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഒരിക്കലും മോനെയുള്ള വസ്തുക്കൾ കൊണ്ടോ അല്ലെങ്കിൽ കത്തിയോ നമ്മൾ ഉപയോഗിച്ച് ഇതിനുള്ളിൽ കുത്തി കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് ലീക്കേജ് വരും, ഇതിന്റെ കൂളിംഗ് കാര്യങ്ങളൊക്കെ ലോസ് ആവും. 1-2 ദിവസമൊക്കെ കഴിയുമ്പോൾ ഫ്രിഡ്ജിന് നിങ്ങൾക്ക് കംപ്ലൈന്റ്സ് വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഈ സിംഗിൾ ഡോർ ഫ്രീസറിന്റെ ഉള്ളിൽ നമ്മൾ കത്തിക്കൊണ്ടോ ഒന്നും കുത്താനായിട്ട് പാടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വെക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ ചെമ്പരിനോട് കുറച്ച് ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഫ്രിഡ്ജുകൾക്ക് സ്റ്റെബിലൈസർ വെക്കുന്നത് ഒരു അഡീഷണൽ സേഫ്റ്റി തന്നെയാണ്. പിന്നെ നമുക്ക് മിക്ക സിംഗിൾ ഡോറുകൾക്ക് നമുക്ക് സ്റ്റാൻഡ് വരുന്ന മോഡൽസ് ഉണ്ട്, സ്റ്റാൻഡ് വരാത്ത മോഡൽസ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ സ്റ്റാൻഡുമ്മ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കാരണം സിംഗിൾ ഡോർ ഫ്രിഡ്ജുകൾക്ക് നമുക്ക് വീൽസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാൻഡ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ക്ലീനിങ് കൂടി ചെയ്യാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നത് അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് എല്ലാ മോഡൽ സിംഗിൾ ഡോർ ഫ്രിഡ്ജിനും നമുക്ക് EMI ഫെസിലിറ്റി നമുക്ക് അവൈലബിൾ ആണ് വിറ്റാമിൻ ഏജൻസിയിൽ. നിങ്ങൾ ഫ്രിഡ്ജൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് EMI ആയിട്ട് നമുക്ക് ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാം. നമ്മളൊരു സിംഗിൾ ഡോർ ഫ്രിഡ്ജിന്റെ പ്രൈസ് ഒക്കെ നോക്കുന്ന സമയത്ത് ഏകദേശം 10,990 തൊട്ടാണ് നമുക്ക് പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ കമ്പനിയാണ് 170 ലിറ്ററിന്റെ കപ്പാസിറ്റി ആണ് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 5 സ്റ്റാർ ഫ്രിഡ്ജുകളിലേക്കൊക്കെ വരുമ്പോൾ ഏകദേശം നമുക്കൊരു 18,500 ഒക്കെ നമുക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ വരും ഒരു 5 സ്റ്റാർ മോഡൽ ഫ്രിഡ്ജ് ഒക്കെ എടുക്കുന്ന സമയത്ത്. അപ്പൊ നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് നല്ലൊരു ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇൻവെർട്ടർ ഫ്രിഡ്ജുകൾ കൂടുതലായിട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും. അപ്പൊ നമുക്ക് ഇനി ഡബിൾ ഡോർ ഫ്രിഡ്ജിന്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഇനി പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഡബിൾ ഡോർ ഫ്രിഡ്ജിനെ കുറിച്ചാണ്. ഡബിൾ ഡോർ ഫ്രിഡ്ജിന്റെ ഒരു പ്രൈസിംഗ് സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഒരു നല്ല ഫ്രിഡ്ജൊക്കെ എടുക്കുകയാണെങ്കിൽ 21,990 തൊട്ടാണ് നമുക്ക് ഫ്രിഡ്ജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെയിം കാൽക്കുലേറ്റർ എന്നൊക്കെ പറഞ്ഞ കമ്പനിയുടെ 252 ലിറ്ററിന്റെ ഫ്രിഡ്ജാണ് നമുക്ക് ഈ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസിലായിട്ട് വരുന്നത്. ഇതിന്റെ ലിറ്റർ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് പ്രൈസിൽ മാറ്റം വരും. ഡബിൾ ഡോർ ഫ്രിഡ്ജിൽ 2 സ്റ്റാർ മോഡലും 3 സ്റ്റാർ മോഡലാണ് ഇന്ന് നമുക്ക് കൂടുതലായിട്ട് മാർക്കറ്റിൽ വരുന്നത്. 2 സ്റ്റാർ ഫ്രിഡ്ജുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 250-270 യൂണിറ്റിനുള്ളിലൊക്കെ നമുക്ക് വരും. അതുപോലെ തന്നെ 3 സ്റ്റാറിലേക്ക് വരുമ്പോൾ നമുക്കൊരു 200 അതുപോലെ തന്നെ ഒരു 210 ആ ഇതിലേക്ക് ആയിരിക്കും ഇതിന്റെ ഇലക്ട്രിസിറ്റി കൺസപ്ഷൻ കാര്യങ്ങളൊക്കെ വരാം. നമുക്ക് ഡബിൾ ഡോർ ഫ്രിഡ്ജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിംഗിൾ ഡോറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സിംഗിൾ ഡോർ നമുക്ക് ഡയറക്ട് കൂളിംഗ് ആണ്. ഡബിൾ ഡോർ എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഫ്രീസറിന്റെ ഉള്ളിൽ ഒരിക്കലും ഐസ് കാര്യങ്ങളൊന്നും കട്ടപിടിക്കില്ല. നമ്മൾ വെക്കുന്ന ഫുഡ് മാത്രമാണ് ഇതിൽ നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തിരിക്കുള്ളൂ. അതാണ് ഡബിൾ ഡോർ ഫ്രിഡ്ജുകളുടെ പ്രത്യേകത. ഫ്രീസറിന് ഫ്രീസർ പാർട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രിഡ്ജിന്റെ പാർട്ട് വരുന്നുണ്ട്. അങ്ങനെ 2 പാർട്ടായിട്ടാണ് നമുക്ക് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഫ്രിഡ്ജിന്റെ കൺട്രോളിംഗ് ഫ്രീസറിന്റെ കൺട്രോളിംഗ് 2 ഓപ്ഷണൽ ആയിട്ട് കമ്പനികൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡബിൾ ഡോറുകളിൽ കൺവെർട്ടബിൾ ടൈപ്പ് ഫ്രിഡ്ജുകളൊക്കെ വരുന്നുണ്ട്. നമുക്ക് മൊത്തത്തിൽ വേണമെങ്കിൽ ഫ്രിഡ്ജായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഫ്രീസർ ഓപ്പൺ ചെയ്തിടാൻ പറ്റിയ മോഡൽസുകൾ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്.
അപ്പൊ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നത് കൂടുതലും ഡബിൾ ഡോർ ഫ്രിഡ്ജുകളൊക്കെയാണ്. അപ്പൊ നിങ്ങൾ ഒരു EMI ഒക്കെ ആയിട്ട് ഫ്രിഡ്ജ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും സിംഗിൾ ഡോറിനേക്കാൾ നല്ലത് ഡബിൾ ഡോർ ഫ്രിഡ്ജുകൾ എടുക്കുന്നതാണ്. കാരണം ഡബിൾ ഡോർ ഫ്രിഡ്ജ് ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിനുള്ള ഒരിക്കലും ഐസൊന്നും കട്ട പിടിക്കില്ല, ഡീഫ്രോസ്റ്റ് കളയാൻ നിൽക്കേണ്ട സിംഗിൾ ഡോറിന്റെ പോലെ. ബാക്കിൽ നിന്ന് നമ്മൾ വെള്ളം എടുത്ത് കളയാൻ നിൽക്കേണ്ട, അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഹീറ്റ് ഒക്കെ വെക്കോളും. ഇനി നമ്മളിപ്പോ വെള്ളം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വരുന്നത് നമ്മൾ രാവിലെ കറണ്ട് പോയി വൈകിട്ടൊക്കെയാണ് വരുള്ളൂന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ ഫ്രീസറിന്റെ ഉള്ളിൽ ഫുഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബാക്കിൽ കൂടെ വെള്ളം കാര്യങ്ങളൊക്കെ പോവാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യം മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഏത് നമുക്കിപ്പോ ബാക്കിന്റെ സിംഗിൾ ഡോർ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും ഡബിൾ ഡോർ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും കൂടുതലായിട്ടും വെള്ളം കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്, ഇത് ഫ്രോസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇതായി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ പ്ലഗ് കാര്യങ്ങളൊക്കെ ഊരിട്ടതിന് ശേഷം പല ക്ലോത്ത് കൊണ്ടൊക്കെ നമുക്ക് ആ തുണി കാര്യങ്ങളൊക്കെ മുക്കിയെടുത്തിട്ട് വേണം കളയാനായിട്ട് വെള്ളം കാര്യങ്ങളൊക്കെ. ഡബിൾ ഡോറിലാകുമ്പോൾ എനിക്ക് അങ്ങനെ വരുന്നില്ല. ഇപ്പൊ നമ്മൾ കറണ്ടൊക്കെ പോകണമെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഹീറ്റ് ചെയ്ത് പൊക്കോളും. അപ്പൊ നിങ്ങളൊരു ഡബിൾ ഡോർ ഫ്രിഡ്ജ് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനി ഇതിന്റെ കൺസ്ട്രക്ഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് 2 സ്റ്റാർ മോഡലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ 2 സ്റ്റാർ മോഡലിന് 2023 LG ഫ്രിഡ്ജുകൾക്കൊക്കെ കൺസ്ട്രക്ഷൻ പറയുന്നത് ഏകദേശം 267 യൂണിറ്റ് ആണ് ഒരു വർഷത്തിൽ കമ്പനി പറയണത്. ഇത് ഏകദേശം 242 ലിറ്റർ വരുന്ന കപ്പാസിറ്റി വരുന്ന LG ഫ്രിഡ്ജാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് 3 സ്റ്റാറിലേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷത്തിൽ 214 യൂണിറ്റ് ആണ് ഈ ഒരു ഫ്രിഡ്ജുകൾക്ക് വരുന്നുള്ളൂ. ഇത് LG 340 ലിറ്റർ വരുന്ന മോഡലാണ്. ഏകദേശം 214 യൂണിറ്റാണ് 3 സ്റ്റാർ മോഡലുകൾക്ക് എന്റെ ഇലക്ട്രിസിറ്റി കൺസ്ട്രക്ഷൻ ആയിട്ട് തന്നെ. അപ്പൊ ഏകദേശം 50 യൂണിറ്റിന്റെ മാറ്റം നമുക്ക് 2 സ്റ്റാർ 3 സ്റ്റാർ ആയിട്ടും ഏകദേശം നോർമൽ മോഡൽസിലൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വാങ്ങുമ്പോൾ 2 സ്റ്റാർ ആയാലും 3 സ്റ്റാർ ആയാലും രണ്ടും ഇൻവെർട്ടർ ടൈപ്പ് ഫ്രിഡ്ജാണ്. ഒരു വർഷത്തിലേക്ക് പറയുന്ന യൂണിറ്റ് ആണ് ഈ പറഞ്ഞ 267 യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ടൊക്കെ വന്നിരുന്ന ഫ്രിഡ്ജുകൾ എന്നൊക്കെ പറയുന്നത് ഏകദേശം നമുക്കൊരു 400 അന്നത്തെ 5 സ്റ്റാറിന്റെ ഡബിൾ ഡോറുകൾ. അപ്പൊ അതിലൊക്കെ ഏകദേശം 1 യൂണിറ്റ് പോലൊന്നും നമുക്ക് ഇപ്പൊ വരുന്ന ഫ്രിഡ്ജുകളൊന്നും എടുക്കുന്നില്ല. അപ്പൊ അത്രയും ഇലക്ട്രിസിറ്റി കൺസ്ട്രക്ഷൻ കുറച്ചിട്ടാണ് ഇപ്പൊ വരുന്ന മിക്ക ഫ്രിഡ്ജുകൾ വരുന്നത്. അപ്പൊ നിങ്ങൾ ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് ഡബിൾ ഡോറിൽ ഇൻവെർട്ടർ ടൈപ്പ് ഫ്രിഡ്ജ് സെലക്ട് ചെയ്യുക. കൂടുതൽ 3 സ്റ്റാറിലേക്ക് നോക്കാനായിട്ട് ശ്രമിക്കുക. അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തതുണ്ടെങ്കിൽ 2 സ്റ്റാർ എടുത്താൽ നമുക്ക് യാതൊരു പ്രശ്നമൊന്നും വരുന്നില്ല. ചെറിയ രീതിയിലുള്ള മാറ്റം മാത്രമാണ് ഇതിന്റെ കൺസ്ട്രക്ഷനിലേക്ക് വരുന്നുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്ന ഫ്രിഡ്ജുകൾ നമുക്ക് വരുന്നുണ്ട്. ഓരോ ഫ്രിഡ്ജുകളുടെ ഫംഗ്ഷൻസും ഫീച്ചേഴ്സും കൂടുന്നതനുസരിച്ചാണ് ഇതിൽ പ്രൈസ് മാറ്റം വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ലിറ്റർ കപ്പാസിറ്റി മാറുന്നതനുസരിച്ച് പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റം വരും. കൂടുതലായിട്ട് നമുക്ക് ഫ്രിഡ്ജുകളൊക്കെ ഡബിൾ ഡോറിൽ ഇത്തരത്തിലുള്ള ഒരു സ്റ്റീൽ ഫിനിഷിംഗ് ഒക്കെയാണ് വരുന്നത്. ഈ ഒരു കളർ വരാൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ അടിക്കുന്ന സമയത്ത് ഇതിന്റെ ആ ഒരു കളർ കാര്യങ്ങളൊന്നും ഭംഗിയില്ല. അതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആ ഒരു സ്റ്റീൽ ഫിനിഷിംഗിൽ നമുക്ക് ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ്. ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ ഈ ഒരു ഫ്രിഡ്ജ് ഇടുന്ന സ്പേസ് എന്ന് പറയുന്നത് ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെവിലുകൊണ്ട് അടുപ്പിച്ച് നമ്മൾ ഇടാൻ പാടില്ല. കുറച്ച് എപ്പോഴും കീപ്പ് ഡിസ്റ്റൻസ് ചെയ്ത് ഇടണം. അതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജ് നമ്മൾ വീട്ടിൽ എത്തിയതിനു ശേഷം ഇതിന്റെ ആ ഒരു ഏത് കമ്പനിയാണ് നമ്മൾ എടുത്തിരിക്കണേ, അതിപ്പോ നമ്മൾ പിറ്റാബിൾ ഏജൻസീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഫ്രീ ഡെലിവറി നിങ്ങളുടെ വീട്ടിലെത്തിച്ചു തരും. ഇത് ഫ്രിഡ്ജ് വീട്ടിലെത്തി കഴിഞ്ഞാൽ 2 മണിക്കൂർ കഴിയാണ്ട് നമ്മൾ ഫ്രിഡ്ജ് ഒരിക്കലും ഓണാക്കാൻ പാടില്ല. നമ്മൾ ഗ്യാസ് ഫ്രിഡ്ജ് ചെരിച്ചിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ 2 മണിക്കൂർ കണ്ട് വേണം ഇത് ഓണാക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരിക്കലും ആ ഫ്രിഡ്ജ് കൊണ്ടുവരുന്ന ആ ബേസിൽ നമ്മൾ ഫ്രിഡ്ജുകൾ ഒരിക്കലും വെക്കാനായിട്ട് പാടില്ല. അതിന് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജുകൾക്ക് വേണമെങ്കിൽ സ്റ്റാൻഡ് വെക്കുന്നത് സ്റ്റാൻഡ് നമുക്ക് അവൈലബിൾ ആണ്. അതിനനുസരിച്ച് വേണമെങ്കിൽ സ്റ്റാൻഡിൽ വെച്ച് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ സ്റ്റാർ റേറ്റിംഗിൽ സിംഗിൾ ഡോറിനെ പോലെ തന്നെ ഇതിന്റെ സ്റ്റാർ റേറ്റിംഗിൽ ഇതിൽ നമുക്ക് അതിന്റെ മോഡൽസും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കിത് 2 സ്റ്റാറിലേക്ക് നമ്മുടെ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 167 യൂണിറ്റ് ആണ് ഇതിന്റെ ഇലക്ട്രിസിറ്റി കൺസ്ട്രക്ഷൻ പറയുന്നത്. അതുപോലെ തന്നെ നമുക്കിത് ബ്രാൻഡ് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ബ്രാൻഡിന്റെ മോഡൽ കൊടുത്തിട്ടുണ്ടാവും, മാനുഫാക്ചറിന്റെ ഇയർ കൊടുത്തിട്ടുണ്ടാവും, നമ്മൾ ഫ്രോസ്പ്രേ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ ലിറ്റർ കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ടാവും, ഉള്ളിലത്തെ വോളിയം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് 2023 ഇറങ്ങുന്ന ഫ്രിഡ്ജുകളിൽ നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ 3 സ്റ്റാറിലേക്ക് വരുമ്പോൾ അതിന്റെ ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി കൺസ്ട്രക്ഷനിൽ വരുന്ന മാറ്റമായിരിക്കും മിക്കത് ഉണ്ടാവുക. അതുപോലെ തന്നെ അതിന്റെ ലിറ്റർ സ്പേസിൽ കാര്യങ്ങൾ കൂടുന്നതനുസരിച്ച് അതിലും കൂടി നമുക്ക് മാറ്റം കൊടുക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഫ്രിഡ്ജിൽ വരുന്നത്. ഇതിന്റെ വാറന്റിയിലേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ 1 ഇയർ ആണ് ഫുൾ വാറന്റി വരുന്നത്. ഇതിന്റെ കംപ്രസറിന് 10 വർഷമാണ് വാറന്റി വരുന്നത്. ഈ കംപ്രസറിന് 10 വർഷം വാറന്റി എന്ന് പറയാൻ കാരണം പറയുന്നത് പൊതുവെ കസ്റ്റമർക്കൊക്കെ വരുന്ന ഡൗട്ടാണ്. കാരണം ഫ്രിഡ്ജിന് 10 വർഷം വാറന്റി എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിന്റെ ബാക്കിൽ വരുന്ന കംപ്രസർ എന്ന് പറഞ്ഞാൽ മെക്കാനിസത്തിന് മാത്രമാണ് ആ വാറന്റി കൊടുക്കണേ. ഇപ്പൊ നമ്മൾ ഗ്യാസ് കാര്യങ്ങളൊക്കെ ലീക്ക് വന്നു കഴിഞ്ഞാൽ 2ാമത്തെ വർഷം നമ്മൾ ഗ്യാസ് കാര്യങ്ങളൊക്കെ അതിൽ ഫില്ല് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോ ലേബർ കോസ്റ്റും ഒക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ പിറ്റാബിൾ ഏജൻസിയിലേക്കാണെന്നുണ്ടെങ്കിൽ വീക്ക് എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ വാറന്റി ഓഫറുകൾ നമുക്ക് അവൈലബിൾ ആണ്. 1 ഇയർ എന്ന് പറഞ്ഞ ഫുൾ വാറന്റി വേണം, നമുക്ക് 2 വർഷത്തിൽ കൂടി നമുക്ക് എസ്റ്റിമേറ്റ് എടുക്കാം. അപ്പൊ അത്തരത്തിലുള്ള ഓഫറുകളും നമുക്ക് പിറ്റാബിൾ ഏജൻസിയിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഫ്രിഡ്ജ് ഒക്കെ വാങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക.
അതുപോലെ തന്നെ നമ്മൾ സിംഗിൾ ഡോറിലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ഡോറൊക്കെ അടയ്ക്കുന്ന സമയത്ത് ഒരു നല്ല രീതിയിൽ ക്ലോസ് ചെയ്യാനായിട്ട് നോക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഗ്യാസ് കെറ്റിയും മടങ്ങിയൊക്കെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇതിന്റെ ഈ കൂളിംഗ് ലോസ് കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജുകൾക്ക് വരാം. ഡബിൾ ഡോർ ഫ്രിഡ്ജുകളുടെ ഇതിന്റെ വെജിറ്റബിൾ ബോക്സിലേക്ക് വരുമ്പോൾ മിക്ക ഫ്രിഡ്ജുകളും വെജിറ്റബിൾ ബോക്സ് വലിയ രീതിയിലായിരിക്കും കൊടുക്കുക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ ബോട്ടിൽ സ്പേസ് കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. ഇനി ചില ബ്രാൻഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ബോക്സ് ചെറുതാവുമ്പോൾ ഇത് നമുക്ക് ബോട്ടിൽസ് വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഡോറിന്റെ സൈഡിലായിട്ട് ഉണ്ടാവും. ഇത് നമുക്ക് മിക്ക ഡബിൾ ഡോറിലും വരുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മോഡൽസ് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഈ ഒരു ഗ്ലാസ് ട്രേ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ മോഡൽസ് നമുക്ക് വരുന്നുണ്ട്. ചില ഫ്രിഡ്ജുകൾ നമുക്ക് അത് ഫിക്സഡ് ആയിരിക്കും, ചിലതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് തട്ട് കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും കൂട്ടാനും കൂടി പറ്റും. നമുക്ക് ചില ഫ്രിഡ്ജുകളിൽ ഇതിന്റെ പുറത്തായിട്ട് നമുക്ക് ഇതിന്റെ ഫ്രിഡ്ജിന്റെ കൺട്രോളിങ് ഫ്രീസറിന്റെ കൺട്രോളിങ് നമുക്ക് പുറത്തുനിന്ന് തന്നെ കൺട്രോൾ ചെയ്ത് പറ്റും. അതുപോലെ നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. ഈ ചില മോഡൽസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിന്റെ ഓപ്ഷനിലും ഫ്രീസറിന്റെ ഓപ്ഷനിലൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാം. ഇതിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഇതിന്റെ ഫ്രീസർ കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ഫ്രിഡ്ജിന്റെ ആവുമ്പോൾ നമുക്ക് ഇതിന്റെ അടിയിലായിരിക്കും ഇതിന്റെ ഫ്രിഡ്ജിന്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ വരാം. നിങ്ങൾ ഫ്രിഡ്ജ് വാങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഫ്രിഡ്ജുകളിൽ ഇത്തരത്തിലുള്ള സ്റ്റിക്കറുകൾ പുറത്ത് കാണാൻ പറ്റും. ഈ സ്റ്റിക്കർ എപ്പോഴും പൊളിച്ച് കളയുന്നതാണ് നല്ലത്. പിന്നീട് നമുക്ക് ഈ സ്റ്റിക്കർ ഇത് ഫ്രിഡ്ജ് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊളിച്ച് കളയാനായിട്ട് പറ്റില്ല. നമ്മൾ സിംഗിൾ ഡോർ ആയിക്കോട്ടെ ഡബിൾ ഡോർ ആയിക്കോട്ടെ നമുക്ക് ഒരു മഴക്കാലൊക്കെ ആവുമ്പോൾ നമുക്ക് ഈ ഫ്രിഡ്ജിന്റെ രണ്ട് സൈഡിലും ചെറിയ രീതിയിലുള്ള ഹ്യൂമിഡിറ്റി കാര്യങ്ങളൊക്കെ വരും. ഇത് ഒരിക്കലും കംപ്ലൈന്റ് അല്ല. നമ്മുടെ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലോറിൽ ഹ്യൂമിഡിറ്റി വരുന്ന പോലെ തന്നെയാണ് നമുക്ക് ഫ്രിഡ്ജുകൾക്കും ഈ സൈഡിൽ ആ ഒരു ഹ്യൂമിഡിറ്റി വരുന്നത്. ഇത് ഇതിന്റെ ബാക്ക് സൈഡ് കൺസീൽഡ് ചെയ്തതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ടെമ്പറേച്ചർ അനുസരിച്ചുള്ള മാറ്റമാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചൂടുകാലൊക്കെ ആകുമ്പോഴും ഇതിന്റെ രണ്ട് സൈഡുകളിലും നല്ല രീതിയിലുള്ള ചൂട് കാര്യങ്ങളൊക്കെ വരും. അതും ഈ പറഞ്ഞ പോലെ ഇതിന്റെ കോയിൽസ് കൺസീൽഡ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആ ഒരു ചൂട് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതൊരിക്കലും കംപ്ലൈന്റ്സ് അല്ല. ഇത് പൊതുവെ എല്ലാ ഡബിൾ ഡോറുകൾക്കും അതുപോലെ തന്നെ സിംഗിൾ ഡോറുകൾ കൺസീൽഡ് ചെയ്ത് വരുന്ന മിക്ക സിംഗിൾ ഡോറുകൾക്കും വരുന്ന നോർമൽ ആയിട്ട് വരുന്ന പ്രോസസ്സാണ്. അപ്പൊ നിങ്ങൾ അതൊരു കംപ്ലൈന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ ഫ്രിഡ്ജുകൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾക്ക് പിറ്റാബ് ഏജൻസിയിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സർവീസ് സെക്ഷൻ വരുന്നുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി സർവീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ സിംഗിൾ ഡോർ ഫ്രിഡ്ജും ഡബിൾ ഡോർ ഫ്രിഡ്ജും വാങ്ങുമ്പോഴും അതുപോലെ തന്നെ ഉപയോഗിക്കുമ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത സെഗ്മെന്റിലേക്ക് നമുക്ക് നോക്കാം. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഫ്രിഡ്ജുകൾ തന്നെ ഏറ്റവും ഹൈൻഡ് സീരീസ് ആയ സൈഡ് ബൈസുകളെ കുറിച്ചാണ്. സൈഡ് ബൈ സൈഡിൽ ഏകദേശം നമുക്കൊരു 40,000 രൂപ തൊട്ട് ഏകദേശം 6 ലക്ഷം വരെയുള്ള നമുക്ക് ഫ്രിഡ്ജുകൾ നമുക്ക് മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇതിന്റെ ഓരോ ഫംഗ്ഷനും ഫീച്ചേഴ്സും ഒക്കെ അനുസരിച്ചാണ് ഇതിൽ മാറ്റം വരുന്നത്. സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജുകൾ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സൈഡ് നമ്മൾ ഫുള്ളായിട്ട് ഫ്രിഡ്ജിന്റെ പാട്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു സൈഡ് ഫുള്ളായിട്ട് നമുക്ക് ഫ്രീസർ പാട്ടായിരിക്കും. ഈ രീതിയിലാണ് നമുക്ക് സൈഡ് ബൈ സൈഡ് ഫ്രിഡ്ജ് വരാം. ഈ ചില ബ്രാൻഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിയിൽ മൊത്തമായിട്ട് നമുക്ക് ഫ്രീസർ ആയിരിക്കും, മേലെ മൊത്തമായിട്ട് നമുക്ക് ഫ്രിഡ്ജ് ആയിരിക്കും. ആ രീതിയിലുള്ള സൈഡ് ബൈ സൈഡും നമുക്ക് ഇന്ന് മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇതിന്റെ ഇലക്ട്രിസിറ്റി കൺസംപ്ഷൻ എന്ന് പറയുന്നത് ഒരു ദിവസത്തിൽ 1 യൂണിറ്റ് ആണ് ഇതിന്റെ ഇലക്ട്രിസിറ്റി കൺസംപ്ഷൻ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ കൂടുതൽ ഫങ്ഷൻസും ഫീച്ചേഴ്സും ഒക്കെ വരുന്നതനുസരിച്ച് ഇതിന്റെ പ്രൈസ് കാര്യങ്ങളിലൊക്കെ മാറ്റം വരും. അതുപോലെ തന്നെ ഇതിന്റെ കറണ്ടിന്റെ കൺസംപ്ഷൻ കാര്യങ്ങളിലും മാറ്റം വരും. അപ്പൊ നിങ്ങൾ സൈഡ് ബൈ സൈഡ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഷോറൂമിൽ അവൈലബിൾ ആണ്. അടുത്ത ടൈപ്പ് ഫ്രിഡ്ജ് കാറ്റഗറി എന്ന് പറയുന്നതാണ് നമുക്ക് ബോട്ടം റേസ് എന്ന് പറയുന്നത്. ബോട്ടം റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ഡോർ ഫ്രിഡ്ജുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേലെ ഫ്രീസറും അടിയിൽ ഫ്രിഡ്ജാനും വരാം. ഇത് നമ്മൾ നേരെ തിരിച്ചാണ്, അടിയിൽ ഫ്രീസറും അതുപോലെ തന്നെ മേലെയാണ് ഇതിന്റെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും ഇതിന്റെ ഫ്രീസർ പാർട്ട് വരാം. അതുപോലെ തന്നെ ഇതിന്റെ മേലെ ആയിരിക്കും നമുക്ക് ഇതിന്റെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു യൂറോപ്യൻ സ്റ്റൈലാണ് ഇതിൽ വരുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് മേലെ ഫ്രീസറും അടിയിൽ ഫ്രിഡ്ജ് വരുന്നതൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുപോലെ തന്നെ ഇതിൽ തന്നെ 3 ഡോർ മോഡലുകളും നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ഫ്രിഡ്ജ് വാങ്ങണ സമയത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയും ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും നിങ്ങളുടെ മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഒരു ഫ്രിഡ്ജ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എന്റെ നമ്പർ അടിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം.